ഹായ് ഹലോ. അപ്പോൾ പുതിയവർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് സെക്കൻഡ് പ്രഗ്നൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഡെലിവറി ആയ എക്സ്പീരിയൻസൊക്കെ ഞാൻ എങ്ങനെ, എനിക്കെന്താ പറയുക, ചിലവരിങ്ങനെ ഇട്ട് കണ്ടിട്ടുണ്ട്, വ്ളോഗ് ഇട്ടിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് രണ്ടും നോർമലായിരുന്നു. എനിക്ക് ആദ്യത്തെ ആൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടിയാണ്. അപ്പോൾ രണ്ടും എനിക്ക് നോർമലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. എനിക്കുണ്ടായ എന്താ പറയുക, ഞാൻ പ്രസവിച്ച ആ ടൈമും അതുപോലെ തന്നെ ഞാൻ പ്രസവിച്ചത് എങ്ങനെ നോർമലാണ്. എന്നാലും രണ്ടും നോർമലായിരുന്നു. പക്ഷെ എന്നാലും രണ്ടിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാരണം രണ്ടും ഞാൻ വെവ്വേറെ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മൂത്തത് എനിക്ക് ആൺകുട്ടിയായിരുന്നു, മൂത്ത മോൻ. അപ്പോൾ അവൻ ഞാൻ പ്രസവിക്കുന്നത് 2021 ജൂലൈ 22-നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിക്ക് മുമ്പ് എന്നോട് ഞാൻ ഇതേപോലെ PV ചെയ്യാനായിട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നു. PV ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ തന്നെ എൻ്റെ ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് നമുക്ക് അഡ്മിറ്റ് ആക്കാം, ജൂലൈ 14-ന് അഡ്മിറ്റ് ആക്കാം, ഇപ്പോൾ 14-ാം തീയതി വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 14-ാം തീയതി തിങ്കളാഴ്ചയായിരുന്നു 14-ാം തീയതി. അപ്പോൾ അതിൻ്റെ തലേന്ന് തലേന്ന് വെച്ചാൽ ഞായറാഴ്ച എനിക്ക് ഇതേപോലെ എന്താ പറയുക, വേദനയൊന്നുമല്ല, കുട്ടിക്ക് അനക്കം കുറവായിരുന്നു. എൻ്റെ കുട്ടിക്ക്, മൂത്ത മോനിക്ക് അനക്കം കുറവായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഉമ്മയോട് പറഞ്ഞില്ല. കാരണം എൻ്റെ വീട്ടിലായിരുന്നു. കാരണം 9-ാം മാസം എനിക്ക് കൊറോണ ടൈം ആയിരുന്നു, 2021 കൊറോണ ടൈം ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. കുട്ടികളിലൊക്കെ എൻ്റെ ഉമ്മയും താഴെ മാത്രമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമായപ്പോൾ എനിക്ക് പേടിയായിരുന്നു. കൊറോണ ടൈം ആയതുകൊണ്ട് പുറത്തുനിന്ന് ഒരാളെ മാത്രം കൂടെ ഉണ്ടാകാൻ പാടുള്ളൂ, അതുപോലെ പുറത്തുനിന്ന് ആരും വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ റൂമൊന്നും ഉണ്ടായിരുന്നില്ല. കൊറോണ ടൈമിൽ റൂമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാർഡ് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു, എങ്ങനെയായിരിക്കും ആദ്യത്തേതും കൂടെയാണ്, നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ അനക്കം ഇല്ലാണ്ടായപ്പോൾ ഞാൻ ഉമ്മാൻ്റെ ആരോടും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ എക്സസൈസൊക്കെ ഞാൻ ചെയ്തിരുന്നു, യൂട്യൂബിൽ നോക്കിയിട്ട് എക്സസൈസൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. യോഗ എല്ലാം ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വൈകിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ പറയുന്നത് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട, കാരണം ഞാൻ ചെയ്യണതനുസരിച്ച് ഉമ്മക്ക് പേടിയാണ് ഞാൻ ചെയ്യണതൊക്കെ കണ്ടിട്ട്. ഇത്രയും പ്രസവിക്കാൻ ടൈം ആവാൻ പ്രസവിച്ചോളൂ എന്നാണ് ഉമ്മ പറയണത്. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയുള്ള പറയുമല്ലോ. അപ്പോൾ ഞാൻ ഇല്ല, ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഇതിൽ ഞാൻ എന്ത് ചെയ്തു, ചെയ്യാനായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ കുട്ടിക്ക് അനക്കം കിട്ടുന്നില്ല. കൊച്ചനങ്ങണ ടൈം ആകുമ്പോഴേക്ക് നമുക്ക് മനസ്സിലായല്ലോ, കൊച്ചനങ്ങണ ടൈം നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇത് അനങ്ങണ ആ ടൈമിലൊന്നും കൊച്ചനങ്ങണില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ എൻ്റെ കസിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഇങ്ങനെ അനങ്ങിയില്ലെങ്കിൽ നീ നോക്ക്, നീ ഒരു ടൈം വെച്ചിട്ട് ഇത്രയും ടൈം മണിക്കൂർ അനങ്ങിയില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി കാണാം. പിന്നെ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ക്യാഷ്വാലിറ്റിയിലേ കാണിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കാണിക്കുന്ന ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അപ്പോൾ പോവാം. അപ്പോൾ എന്താ പറയുക, എൻ്റെ ആൾ പറഞ്ഞു, കസിൻ പറഞ്ഞു വേണ്ട, നീ വെച്ചോണ്ടിരിക്കേണ്ട രാത്രിത്തിന്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് മൂത്രമൊഴിക്കാനും കൂട്ടുന്നുണ്ടായി. യൂറിൻ ഇങ്ങനെ പാസ് ചെയ്യാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നീ ഒന്ന് കൂടെ കാണിച്ചേക്ക്, ഒന്നും ഇല്ലാണ്ട് ഇത് അത്ര നല്ലതായിരുന്നു. അങ്ങനെ ഞായറാഴ്ച രാത്രിത്തിന് അങ്ങ് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യം ഒരു കുട്ടി അനക്കമൊക്കെ നോക്കി ടൈം കണക്ക് നോക്കാൻ പറ്റാൻ അനക്കമൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി അനങ്ങി തുടങ്ങി. അപ്പോൾ കുഴപ്പമുണ്ടായില്ല, പക്ഷേ അത് കുട്ടി അനങ്ങുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ PV എടുക്കാനായിട്ട് പറഞ്ഞ് ഇന്നൊരു ഒബ്സർവേഷനൊക്കെ കിടക്കണ്ടായിരുന്നു, നാളെ ഡോക്ടർ വരും. അപ്പം ഡോക്ടർ വന്ന് PV ചെക്ക് ചെയ്ത ശേഷം അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നാളെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച ഞാൻ പോയത്, തിങ്കളാഴ്ച എനിക്ക് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സിസ്റ്റർ പറഞ്ഞു ഒരു ദിവസം ഒബ്സർവേഷന് കിടക്ക്, ഇപ്പോൾ എന്തായാലും നാളെ അല്ലേ അഡ്മിറ്റ്. അപ്പോൾ നമുക്ക് PV ചെയ്തിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ കാണിക്കുന്ന ഡോക്ടറായിരുന്നില്ല കേട്ടോ. പിറ്റേ ദിവസം വന്നത് വേറൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടിടങ്ങിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മിക്സ് ചെയ്തിട്ടില്ല, പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അപ്പോഴും എൻ്റെ വയറാണ് ഇങ്ങനെ കല്ലിച്ചിരിക്കുന്നത്, അതിൽ വയറിടുങ്ങിയിരിക്കുന്നത്, ഒരു അസ്വസ്ഥത. എനിക്ക് ആകെ ഒരു എന്താ പറയുക, PV ചെയ്തിട്ട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ ക്യാഷ്വലിൽ നിന്ന് ഇറങ്ങി തന്നെ തിങ്കളാഴ്ചയായി. എനിക്ക് അഡ്മിറ്റാണ് പറഞ്ഞത്, എനിക്ക് തിങ്കളാഴ്ചയായി. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഡോക്ടർ OP ഇരിക്കുമല്ലോ, OP ഇരിക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച, ഡോക്ടർ ഇരിക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച. അപ്പോൾ നീ OP പോയി കാണിക്കാൻ പറഞ്ഞു. ഞാൻ OP പോയി കാണിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ വയറ് ചെക്കിയപ്പോൾ പറഞ്ഞു അഡ്മിറ്റാണ്, കുട്ടി അഡ്മിറ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഡോക്ടർ ഞാൻ നോക്കിയപ്പോൾ കുട്ടി അഡ്മിറ്റ് ആയിക്കോ,
എന്താ പറയുക ഡെലിവറി അടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിക്ക് മുമ്പ് വേറെ ഡോക്ടർ പറഞ്ഞില്ല 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. പിന്നെ നമ്മുടെ ഞാൻ കാണിക്കുന്ന ഡോക്ടർ പറഞ്ഞപ്പോൾ നമുക്കൊരു സമാധാനമായത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഞാൻ അഡ്മിറ്റായപ്പോൾ ഞാൻ പറയില്ല കൊറോണ ടൈം ആയതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഒരാൾ നമ്മളെ കാണാൻ പാടില്ല. അതുപോലെ നമ്മളെ കൂടി നിൽക്കുന്ന ആൾക്കാർ പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് നല്ലോണം ഉണ്ടായിട്ട്. കാരണം ഇക്കാക്ക് വരാൻ പാടില്ല, ആർക്കും മനയിൽ തന്നെ ഒരു ഗേറ്റിന് അപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അത്രയും ഒരു ഇതുണ്ടായുള്ളൂ കൊറോണ. അത്രയും ടൈം നല്ല കൊറോണ ഓർക്കാൻ വേണ്ടില്ല, കൊറോണ ടൈം ആയിരുന്നു. അങ്ങനെ ഞാൻ 14-ാം തീയതി അഡ്മിറ്റായി. എന്നിട്ട് 14-ാം തീയതി അഡ്മിറ്റായിട്ട് ഞാൻ പ്രസവിക്കണത് 22-ാം തീയതിയാണ്. 15 ദിവസം 15 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കേട്ടോ. കൊറോണ ടൈമുമാണ്, ഭയങ്കര ഇടങ്ങേറ്. അപ്പോൾ ഈ ഇത്രയും ദിവസം 15 ദിവസം എനിക്ക് PV ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ രാവിലെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോഴൊന്നും എനിക്ക് വികസിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഡോക്ടർ പറഞ്ഞത് അഡ്മിറ്റ് ആയതാണ്. എന്താണ് അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. അങ്ങനെ അപ്പോൾ ഇത്ര ദിവസമായിട്ടും ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേദന ഉണ്ടോ? എല്ലാ ദിവസം വരുമ്പോൾ ചോദിക്കും കേട്ടോ, വേദന ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല വേദനയില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കാരണം വീട്ടിലിരുന്ന് ചെയ്തിട്ട് പെട്ടെന്ന് നിർത്തിയപ്പോൾ എനിക്കെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെയാണ്. പിന്നെ പെട്ടെന്ന് പ്രസവമാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക, അതായത് ആശാളി, നമ്മളെ കട്ടൻ ചായയിൽ ആശാലിട്ട് കുടിച്ചാൽ കുട്ടിക്ക് തെന്നി വരും. അതൊക്കെ പണ്ടത്തെ ആൾക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ ഇതൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നു. കാരണം അത്ര ദിവസം 15 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ടും പിന്നെ അതിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോർമലാണെങ്കിൽ 4 ദിവസം നമുക്ക് കിടക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടക്കാൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് ആദ്യത്തെ കൊണ്ടാണ് വേണ്ടി ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് എനിക്കൊന്നും ആയിട്ടില്ല. എൻ്റെ കൂടി വന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും പ്രസവിക്കുന്നുണ്ട്, എല്ലാം നോർമൽ ഒക്കെ ഒന്നും ചെയ്യും. അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ടെൻഷൻ എന്താവും എൻ്റെ അവസ്ഥ. അങ്ങനെ 21-ാം തീയതി ഇതേപോലെ പറഞ്ഞ് 21-ാം തീയതി പറഞ്ഞ് എന്താണ് നമുക്ക് ഗുളിക തരാം, തനിക്ക് ഗുളിക തരാം, വേദനയൊന്നുമില്ല, ഗുളിക തരാം, രാവിലെ ഗുളികയുണ്ട്. അപ്പോൾ ഗുളിക തന്നിട്ട് നമുക്ക് വേദന വരാൻ നോക്കാം. വേദന വന്നാൽ നമുക്ക് നോർമലായിരിക്കും. ഗുളിക തന്നിട്ട് വേദന വന്നിട്ട് നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരും, ഇത്രയും ദിവസമായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ പറഞ്ഞു ഗുളിക തന്നിട്ട് വേദന ആ ഒരു വേദന നമുക്കത് അത്രയും എനിക്കറിയില്ല, നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാവണം, എനിക്കൊരു അനുഭവമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ വെളുപ്പിന് 22-ാം തീയതി വെളുപ്പിന് 5 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു 5 മണിയാകുമ്പോൾ വന്നോടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാഷ്വാലിറ്റി ചെന്നതിനപ്പോൾ എനിക്കൊരു ഗുളിക തന്നു. ഗുളിക വരുന്നതിന് മുമ്പ് നമുക്ക് ഷേവൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് ഷേവൊക്കെ ചെയ്ത് തരും. അതുപോലെ തന്നെ ഷേവൊക്കെ ചെയ്ത് ഷേവെല്ലാം നമുക്ക് ചെയ്ത് ഫുൾ ഇതൊക്കെ ചെയ്തൊക്കെ തരും. ഞാൻ രാവിലെ ചെയ്ത് ഗുളിക കഴിഞ്ഞപ്പോൾ നേരിട്ട് കാഷ്വാലിറ്റി പോയി നമുക്ക് ഗുളിക തന്നു. 5 മണിക്കൊരു ഗുളിക തന്നു. ഗുളിക തന്നിട്ട് പറഞ്ഞ് ഇരിക്കാൻ പാടില്ല, നടക്കണം, അതുപോലെ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ കിടക്കൊന്നും പാടില്ല എന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കാൻ പാടില്ല, അതുപോലെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ കൈവീശി നടക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ വെളുപ്പിന് എനിക്ക് 5 മണിക്ക് ഗുളിക തന്നിട്ട് നല്ലോണം വീശി കിടന്നു കേട്ടോ. അപ്പം എൻ്റെ കൂടി 4 പേർക്കാണ് ഗുളിക, എനിക്കില്ലാണ്ട് മൊത്തം 4 പേർക്കാണ് കേട്ടോ. അപ്പം 4 പേരിൽ തന്ന ആൾക്ക് ഫസ്റ്റ് തന്നെ ഗുളിക തന്ന 1 മണിക്കൂർ കഴിയുമ്പോൾ ആ കുട്ടിക്ക് വേഗം ആ കുട്ടി പ്രസവിച്ചു. അപ്പോൾ എനിക്ക് ഗുളിക വന്നിട്ടാണെങ്കിലും എനിക്ക് ഉച്ചയായിട്ടാണെങ്കിലും പെയിന് ഒന്നും തോന്നലില്ല, ഒരു അസ്വസ്ഥത എനിക്കൊന്നും തോന്നില്ല. അപ്പോൾ എനിക്ക് ഒരു 10-10:30 ആയപ്പോൾ ഡോക്ടർ വന്നിട്ട് PV ചെയ്തപ്പോൾ പറഞ്ഞ് എന്നാൽ 2 സെൻറ്റിമീറ്റർ വികസിച്ചിട്ടുള്ളൂ, നല്ലോണം നടന്നോളാൻ പറഞ്ഞു, വെള്ളം കുടിച്ച് നല്ലോണം നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഒന്നും PV ചെയ്തപ്പോൾ കേട്ടോ. അപ്പോൾ അതിനിടയിലാണെങ്കിലും നമ്മുടെ എൻ്റെ പോലെ തന്നെ കുട്ടിക്ക് ഇതേപോലെ തന്നെ പെയിൻ വന്നിട്ട് ഗുളിക വന്നിട്ട് പെയിൻ വന്നിട്ട് അവൾ പ്രസവിച്ചു. അപ്പോൾ ആ വാശിക്ക് ഞാൻ എന്താ പ്രസവിക്കാത്തത് എനിക്കൊരു ടെൻഷൻ വന്നു. കാരണം ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് എന്താ നമുക്കറിയില്ലല്ലോ. പിന്നെ അതേ 2nd ഡോസ് വന്നു. ഫസ്റ്റ് ഡോസ് വന്നിട്ട് എനിക്ക് എന്താ പറയുക വേദന ഒന്നും ഉണ്ടായില്ല. അതുപോലെ 2nd ഡോസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. 2nd ഡോസ് വന്നാൽ എനിക്ക് ഉച്ചക്കാണ് തന്നത് കേട്ടോ. ഉച്ചക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് 2nd ഡോസ് വന്നു. 2nd ഡോസ് വന്നിട്ട് 2nd ഡോസ് തന്നപ്പോൾ തന്നെ എനിക്കൊരു എന്താ പറയുക തളർച്ചയെ ഒരു അസ്വസ്ഥ. ഞാൻ ഫുൾ കിടപ്പ് തന്നെയായിരുന്നു. അപ്പോൾ പറയും അങ്ങനെ കിടക്കല്ലേ കുട്ടി കിടക്കല്ലേന്ന് പറയും, കിടക്കാൻ പാടില്ല, കുറച്ച് നടക്ക്, അപ്പോൾ ഇരുന്നാൽ പറയും കുട്ടി കയറിപ്പോകും, അങ്ങനെയൊക്കെ പറയണേ കേട്ടിട്ടൊക്കെ. അപ്പോൾ പക്ഷേ എനിക്ക് എന്താ പറയുക ഒരു അസ്വസ്ഥത, നമുക്ക് എന്തോ എനിക്കൊരു ഇടങ്ങേറുണ്ടായിരുന്നു. എനിക്ക് കിടപ്പൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ എന്നെ കാണാനായിട്ട് എന്താ പറയുക എൻ്റെ താത്തയും
അളിയനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗേറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നാത്തും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗുളിക എല്ലാവരും പുറത്തേക്കുന്നു. ഞാൻ ഇപ്പോൾ പ്രസവിക്കുന്ന വെച്ചാൽ എല്ലാവരും പുറത്തേക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആ ടൈമായപ്പോൾ ഞാൻ അവരോട് നടന്ന് ചെന്നു. അവരുടെ ഞാൻ കിടക്കണായിരുന്നു. ഞാൻ നടന്ന് കുറച്ച് അടുത്തൊന്ന് സംസാരിച്ച് നിന്നപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് ഞാനൊരു ഉമ്മ എൻ്റെ അടുത്തുണ്ടായി. ഉമ്മനെ കൈ കയറി പിടിച്ചപ്പോഴത്തേന് വെള്ളം പോയി, കുറച്ച് വെള്ളം പൊട്ടിപ്പോയി. അപ്പോൾ എല്ലാവരും പേടിച്ചു പോയി. കാരണം അപ്പുറത്ത് ഞാൻ സംസാരിക്കണവർക്ക് നമുക്ക് പേടിച്ചു പോയി. അപ്പോഴത്തേന് ഞാൻ ബെഡിൽ വന്നിരുമ്പോഴത്തേനും കുറച്ച് വേദനയൊക്കെ തുടങ്ങി. വേദനയൊക്കെ നിൽക്കുന്ന മുറുകി തുടങ്ങിയിട്ടില്ല, നല്ല നേരിയതായിട്ടൊരു വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനെ എന്നെ കാഷ്വാലിലേക്ക് ഞാൻ നടന്നിട്ടാണ് പോയിട്ടത്. കാഷ്വാലിലേക്ക് നടന്നു പോയപ്പോൾ തന്നെ അവർ പറഞ്ഞ് എന്താണ് അവിടെ അങ്ങോട്ട് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളിൽ പരിശോധിച്ചപ്പോൾ ടീം എന്ന് വെള്ളം പൊട്ടിപ്പോയി. പെട്ടെന്നൊരു വെള്ളം പൊട്ടിപ്പോയിലാണ്. എന്നിട്ട് എന്നിട്ട് ഇനി അങ്ങോട്ട് വാട്ടിലേക്ക് പോകണ്ട, കാഷ്വാലിറ്റി തന്നെ കിടന്നു, ചെരിഞ്ഞ് കിടന്നിട്ട് വേദന വരുമ്പോൾ എന്താ പറയുക, വേദന വരുമ്പോൾ മുക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. മുക്കരുതെന്ന് പറഞ്ഞു. എനിക്ക് അപ്പം വെള്ളം പൊട്ടിപ്പോയി കഴിയുമ്പോൾ നല്ല വേദന തുടങ്ങി. എനിക്ക് പെയിൻ വരാൻ തുടങ്ങി. വന്ന് കുറേയൊക്കെ എന്താ പറയുക, നമ്മുടെ ഇതിലൊക്കെ കുറേ ദിക്കറൊക്കെ ചൊല്ലി നരേശ്വര അങ്ങനെ കുറേയൊക്കെ ഞാൻ സംഭവങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ വെള്ളം തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളം കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്നുണ്ട്. വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്ന അത്രയും ഒരു വേദനയായിരുന്നു. പിന്നെ അതിൻ്റെ മുറുകി വന്ന വേദന. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊട്ടും പറ്റണില്ല. അങ്ങനെ തന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന് ലേബർ റൂമിലേക്ക് മാറ്റി. ലേബർ റൂം മാറ്റിയപ്പോൾ തന്നെ ഉമ്മയുടെ പറഞ്ഞ് വെള്ള ഷർട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്നെ അപ്പത്തിന് വെള്ള ഷർട്ട് കൊണ്ടുവന്നിട്ട് എന്നെ കയറ്റിയതെന്തോ, എനിക്ക് ഗുളിക തന്നത് 2 മണിക്കാണ്. എന്നെ കയറ്റിയതെന്തോ 5:30ക്കാണ് എന്നെ കയറ്റിയത് തോന്നുന്നു കേട്ടോ. വൈകിട്ടാണ് എന്തായാലും കയറ്റിയത്. പിന്നെ 5:30 എന്തോ കയറ്റിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക, കുറച്ച് നേരം കഴിഞ്ഞ് വേദന ഇപ്പം എനിക്ക് നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടിയപ്പോൾ ഞാൻ പിന്നെ എനിക്ക് എന്താ പറയുക, അപ്പം ഇടയ്ക്കിടയ്ക്ക് അവരെ നോക്കി. ഞാൻ വേദന എടുക്കുന്ന നല്ല ഒച്ചയായിരുന്നു. നല്ല വെച്ചാൽ നല്ല ഒച്ചയായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ പ്രസവിക്കാനായിട്ട് ലേബർ റൂമിൽ. അപ്പോൾ മുണ്ടൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നമ്മൾ മുണ്ട് ഷർട്ടല്ലേ ഇട്ടേക്കണം. ഞാനാണെങ്കിൽ ഇങ്ങനെ മൂത്രമൊഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു പാത്രത്തിൽ കുഴപ്പമില്ല, മൂത്രമൊഴിച്ചു. ഞാൻ പറഞ്ഞു പാത്രത്തിൽ പോകില്ല, അതൊരു കുട്ടി വന്നൊരിതാണ്, എനിക്കപ്പോൾ അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് മൂത്രം. അപ്പോൾ ഞാൻ ആകെ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണേ കേട്ടോ. എൻ്റെ ഫസ്റ്റ് യൂറിൻ പാസ് ചെയ്തത്. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന സിസ്റ്റർമാർ വന്നിട്ട് എന്നെ കാണിക്കുന്ന ഡോക്ടർ ഞാൻ പ്രസവിക്കുന്ന ടൈമിൽ ഉണ്ടായിരുന്നില്ല. എടുത്തത് അവിടെ എന്താ പറയുക, അവിടെ പഠിക്കാൻ വന്ന കുട്ടികൾ ജനറൽ ഹോസ്പിറ്റലിലൊക്കെ പഠിക്കാൻ വന്ന ചേച്ചിമാരാണ് എന്നെ പ്രസവം എടുത്തത് കേട്ടോ. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്താ പറയുക, ലേബർ റൂമിൽ ഉള്ളിൽ ചെന്നിട്ട് 5-3 തവണ എൻ്റെ PV ചെയ്യണം. എനിക്ക് വികസിച്ചിട്ടില്ല. ഇല്ല പാവില്ല. ഞാൻ പറഞ്ഞു എനിക്ക് നോർമൽ വേണ്ട, എനിക്ക് സിസേറിയൻ മതി, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ഇല്ല ഇപ്പം തന്നെ പ്രസവിക്കും. അങ്ങനെ ഞാനൊരു എന്താ പറയുക എന്നൊരു വിളി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളിയിൽ അപ്പോൾ എല്ലാവരും ഞാൻ നോക്കാനായിട്ട് മിക്കവരും ഫോണിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പ്രസവവേദനയിലും അവിടെ സിസ്റ്റർമാർ പഠിക്കാൻ വന്ന പിള്ളേരാണെങ്കിൽ എല്ലാവരും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഒരു എന്നൊരു വിളി കേട്ടപ്പോൾ തന്നെ എല്ലാവരും വന്ന് പിന്നെ ഇവിടെ നിന്ന് കത്തിരിക്കും. പിന്നെ വെട്ടമൊക്കെ പെട്ടെന്നായിരുന്നു ചടപടെ നോക്കിയപ്പോൾ അവർ പറഞ്ഞ് പുഷ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പുഷ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പ്രസവിച്ചു. അപ്പോൾ ആൺകുട്ടിയാണ്. ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കാനിൽ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആൺകുട്ടിയാണെന്ന്. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് പിന്നെ എൻ്റെ മേത്തേക്കിട്ട് കൊച്ചിനിട്ട് തന്നു. അതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമല്ലേ. എൻ്റെ ഫസ്റ്റ് എനിക്ക് ആദ്യമായിട്ടുണ്ടൊരു കുട്ടി ആദ്യമായിട്ട് കൈ കിട്ടുക. അപ്പോൾ അതൊക്കെ ഒരു നോക്കും ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ കൊറോണ ടൈം ആണെങ്കിലും അങ്ങനെ ഞാൻ പ്രസവിച്ചു. ആൺകുട്ടിക്ക് തന്നെയായിരുന്നു. അതിനുശേഷം സ്റ്റിച്ച് ഇടാനായിട്ട് വേദന എനിക്ക് നല്ലോണം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. കുട്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. 3.200 300 ഉണ്ടായിരുന്നു. അപ്പം വെയിറ്റ് ഉള്ളതാണ്. സ്റ്റിച്ച് നല്ലോണം എനിക്ക് അധികം ഉണ്ടായി. എനിക്ക് ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നില്ല. 3.200 ഉണ്ടായിരുന്നു കൊച്ച്. അതുകൊണ്ട് സ്റ്റിച്ച് എനിക്ക് അധികം ഉണ്ടായിരുന്നു. കാരണം ഡോക്ടർമാർ ഇടുന്ന പോലെ അല്ലല്ലോ പഠിക്കണ അവരിടണം. അപ്പം നല്ല എനിക്ക് അധികം ഉണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് നേരം ഒബ്സർവേഷനിൽ ഇരുത്തി. പിന്നെ എന്താ പറയുക, കാഷ്വാലിറ്റി ഒബ്സർവേഷനിൽ കുറച്ച് ഇരുത്തി. അതിന് ശേഷമാണ് കൊച്ചിനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നത്. അപ്പോൾ കൊച്ചിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കൊച്ചിനെ ഇങ്ങനെ നമുക്ക് ബാങ്കൊക്കെ വിളിച്ചു. അതിന് ശേഷം എന്താ പറയുക, വെള്ളം കൊടുക്കാനായിട്ട് കാനും വേണം വെള്ളം കൊടുക്കും. പക്ഷേ അത് വെള്ളം കുടിച്ചില്ല അവൻ. കാരണം അവൻ ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെ പൊത്തിയിട്ട് തന്നെയാണ് ഞാൻ വന്നത്.
പിന്നെ ആ പേര് ഞങ്ങൾ നേരത്തെ തന്നെ ആൺകുട്ടി അങ്ങനെ പേരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെയിൻ മാലിക് ഇതൊക്കെ പേരിട്ടു. അതിനുശേഷം കൊച്ചിൻ്റെ അടുത്ത് പിന്നെ എൻ്റെ അടുത്തേക്ക് ആർക്കും വരാൻ പറ്റൂല, എനിക്കാണെങ്കിൽ ആരെയും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊറോണ അത്രയും നല്ലൊരു എന്താ പറയുക നല്ലൊരു കൊറോണയായിരുന്നു. ഞാൻ പ്രസവിക്കുമ്പോൾ എൻ്റെ കല്യാണത്തിന് നല്ല കൊറോണ തന്നെയായിരുന്നു. കൊറോണ ടൈമിലാണ് എൻ്റെ കല്യാണം ഉണ്ടായിരുന്നത്. അങ്ങനെ എന്താ പറയുക എക്സ്പീരിയൻസ് നല്ല തന്നെയായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് അറിയാത്തതായിരുന്നു. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻറ്റ് എൻ്റെ ഞാൻ സെക്കൻഡ് എന്താ പറയുക സെക്കൻഡ് ആയപ്പോൾ സായാണ്ട് എനിക്ക് രണ്ടാമത്തെ പെൺകുട്ടിയായിരുന്നല്ലോ. അപ്പോൾ രണ്ടാമത്തേത് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വേറെ ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ ആദ്യം കാണിച്ചത് ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ കാണിച്ചതിൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചത്. മൊത്തം ഗവൺമെൻറ് തന്നെയാണ്, പ്രൈവറ്റ് അല്ല. അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ കാരണം ഞാൻ അവിടെ ജനറലിൽ കാണിക്കാണ്ടിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോനെ നോക്കിയിട്ടാണ് ഞാൻ ജനറലിൽ കാണിക്കാനിരുന്നത്. കാരണം അത്രയും ദൂരം അത് എല്ലാം കൂടി പോയപ്പോൾ നമുക്കൊരു ദൂരം കൂടുതലാണ്. അതുകൊണ്ടിട്ടാണ് ജനറലിൽ രണ്ടാമത് കാണിക്കാനിരുന്നത്. അപ്പോൾ രണ്ടാമത് ഞാൻ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചത്. എനിക്ക് പോയി വരാനൊക്കെ സുഖം തന്നെയായിരുന്നു. അപ്പോൾ രണ്ടാമത്തത് ഇതേപോലെ തന്നെ എനിക്ക് പെയിൻ വരാണ്ട് ഗുളിക തന്നിട്ട് തന്നെയാണ് പെയിൻ വന്നത്. അപ്പോൾ ഞാൻ ഈ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ എനിക്ക് പെയിൻ വന്നിട്ടാണ്, ഞാൻ പറഞ്ഞല്ല പെയിൻ ഒട്ടും വന്നിട്ടല്ല, എനിക്ക് ഗുളിക തന്നിട്ട് തന്നെയാണ് പെയിൻ വന്നതെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ 9ാം മാസത്തിൽ രണ്ടാമത്തത് കുട്ടി ഡിസംബർ 17-ാം തീയതിയാണ് ജനിച്ചത് 2024. അപ്പോൾ അവളുടെ ഇതെന്ന് വെച്ചാൽ അവൾ പ്രസവിക്കാൻ വെച്ച എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അത് കുറച്ച് എന്താ പറയുക ടഫായിരുന്നു. കാരണം ആദ്യത്തേൽ അപേക്ഷിച്ചിട്ട് എനിക്ക് രണ്ടാമതെന്ന് വെച്ചാൽ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് രണ്ടാമത്തത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ. കാരണം നമുക്കൊന്നും അറിയണില്ലല്ലോ, അറിയാത്തൊരിതാണ്, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ്. പക്ഷെ രണ്ടാമത്തെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് ആദ്യത്തെ പോലെ തന്നെ എനിക്ക് രണ്ടാമത്തത്. പക്ഷെ ഒട്ടുമല്ല, നമ്മുടെ ഹോസ്പിറ്റലിൽ മാറുന്നതനുസരിച്ച് നമ്മുടെ എന്താ പറയുക പ്രസവങ്ങൾ മാറുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്ക് രണ്ടും നല്ല വ്യത്യാസമുണ്ട്. പെയിൻ എന്ന് പറഞ്ഞാൽ അത്ര പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് പ്രസവ ടൈമിലുള്ള പെയിൻ പെട്ടെന്ന് പെയിൻ വരലും പെട്ടെന്ന് പ്രസവിക്കുക, എനിക്ക് ആ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിക്ക് മുന്നോട്ടുള്ള ഒരു സംഭവങ്ങളെന്ന് വെച്ചാൽ ചെയ്യാനെന്ന് വെച്ചാൽ എനിക്ക് വെള്ളം പൊട്ടിപ്പോയിട്ട് എന്നെ ക്യാഷ്വാലിറ്റിയിൽ ഇരുത്തി വേദന വരുന്നവരെ എനിക്ക് ക്യാഷ്വാലിറ്റി വേദന മുറുകി കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ ഇതാണ് ലേബർ റൂമിലേക്ക് കയറ്റുള്ളൂ. പക്ഷെ രണ്ടാമത്തേന്ന് വെച്ചാൽ രാവിലെ തന്നെ എന്നെ അഡ്മിറ്റ് ആക്കിയിട്ട് എന്നെ അഡ്മിറ്റ് ആക്കണമെങ്കിൽ PV ചെയ്തിട്ട് എന്നെ അഡ്മിറ്റ് ആക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് PV ചെയ്തപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ട് അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അഡ്മിറ്റ് ആയതിന് ശേഷം അന്ന് തന്നെ ഇവർ നമുക്ക് ട്യൂബ് ഇടും. എനിക്കറിയില്ല അതിനെപ്പറ്റി, എനിക്കറിയില്ല. ട്യൂബ് ഇടുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ മിക്കവരും പറഞ്ഞത് ട്യൂബ് വികസിക്കാൻ വേണ്ടിയിട്ടാണ് ട്യൂബ് ഇടണമെന്നാണ് കേട്ടോ. ട്യൂബ് ഇട്ടിട്ട് വികസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തേൽ ഇങ്ങനെ വികസിക്കാവുന്ന ട്യൂബൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് ആദ്യത്തേനെ പോലെ നമുക്ക് ഇതും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. നമുക്ക് ഗുളിക വരും, കാരണം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പെയിൻ വന്നിട്ടില്ല, ഈ ഗുളിക തന്നിട്ടാണ് എനിക്ക് ആദ്യത്തേത് പെയിൻ വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഉണ്ടാവും നമുക്ക് പെയിൻ വന്നത് ഗുളിക തന്നിട്ട് പെയിൻ വന്ന് ആ പെയിൻ വന്ന് നമ്മൾ പ്രസവിക്കും. പക്ഷേ ഒട്ടും എനിക്ക് അങ്ങനെ എഴുതില്ല. ഞാൻ എൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഒട്ടും ആ ഹോസ്പിറ്റലിൽ ആരും പ്രസവിക്കാൻ പോകരുതിട്ടാ എന്നാണ് പറഞ്ഞത്. കാരണം വെള്ളം പൊട്ടിച്ച് കളയുക അങ്ങനത്തെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പാടില്ലല്ലോ. കാരണം അതൊക്കെ ചെയ്യാൻ തെറ്റാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ പ്രസവം എടുക്കണില്ല കേട്ടോ ഹോസ്പിറ്റലിൽ. കാരണം ആ ഡോക്ടർമാർക്കൊക്കെ അത്രയും നെഗറ്റീവൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് പ്രസവം എടുക്കണില്ല, നിർത്തിക്കാൻ കേട്ടോ. അപ്പോൾ ആ ഹോസ്പിറ്റലൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ അഡ്മിറ്റ് ആക്കി എനിക്ക് ഇവർ ട്യൂബ് ഇട്ട് കഴിഞ്ഞിട്ടാണ് വികസിക്കുമെന്ന് ട്യൂബിലാണ് വികസിക്കുന്നത്. അപ്പോൾ ട്യൂബ് അങ്ങനെ ഇറങ്ങി വന്നു, വികസിക്കുമ്പോഴാണ് ഇറങ്ങി വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 10-15 മിനിറ്റ് ആയപ്പോഴാണ് എനിക്ക് ഇറങ്ങി വന്നത്. ട്യൂബ് ഇറങ്ങി വന്നതിന് ശേഷം നമുക്ക് ഷേവ് ചെയ്തൊക്കെ ചെയ്തു. അന്ന് ഞാൻ അഡ്മിറ്റ് ആയ അന്ന് തന്നെ ഇവർ ഷേവ് ചെയ്ത് അതുപോലെ തന്നെ ഷേവ് ചെയ്തതിന് ശേഷം ഇവർ PV ചെയ്തപ്പോഴും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക ഞാൻ ഈ ട്യൂബ് ഇട്ടായിട്ട് വികസിച്ച് പോയല്ലോ, വികസിച്ച് ആ ട്യൂബ് വികസിച്ച് അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ നടന്നു. ഞാൻ അഡ്മിറ്റാക്കി ഞാൻ നടക്കാൻ തുടങ്ങി. നടത്തപ്പോൾ അവിടുത്തെ നേഴ്സ് പറഞ്ഞു മിൻസി നടക്കണ്ട, മിൻസി കയറി ഇരുന്നോളാൻ പറഞ്ഞു. കാരണം ഞാൻ എന്താ പറയുക ഫസ്റ്റ് നമുക്ക് പ്രസവം നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ രണ്ടാമത് വേഗം ആവും വിചാരിച്ചിട്ട് 2 വാരം നടക്കാൻ നിൽക്കണം. എനിക്ക് ട്യൂബ് ഇട്ട്
ട്യൂബ് ഇട്ട് കഴിഞ്ഞ് ട്യൂബ് വിസിച്ച് അത് മാറ്റിയ ശേഷം എനിക്ക് വേദന കുറച്ച് നേരെ വേദന തുടങ്ങി. വേദന വന്നും പോയി തുടങ്ങി. കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് നേരത്തെ അമ്മ ഞാൻ പ്രസവിക്കുക. ഞാൻ 16-ാം തീയതിയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അപ്പം ഞാൻ വെച്ച് 16-ാം തീയതി ഞാൻ പ്രസവിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തന്നെ വേദന വന്നും പോയി വന്നപ്പോൾ രാത്രി ഞാൻ അഡ്മിറ്റ് ആക്കിയത് വൈകിട്ട് അഡ്മിറ്റ് ആക്കിയത്. അങ്ങനെ രാത്രിയായി. അങ്ങനെ അന്ന് രാത്രി തന്നെ നമുക്ക് ഷേവൊക്കെ ചെയ്ത് പിറ്റേ ദിവസം വെളുപ്പിന് അവർ പറഞ്ഞ് എന്താണ് വെള്ള മുണ്ടും വെള്ള ഷർട്ട് ഇട്ടിട്ട് തന്നെ 2 മുടി പിന്നിടണം, സ്വർണ്ണമൊക്കെ ഊരി വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുക ലേബർ റൂമിലേക്ക് കയറണമെന്നാണ്. പെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലേബർ റൂമിലേക്ക് കയറ്റുള്ളൂ. പക്ഷേ ഇത് കാഷ്വാലിറ്റി. അപ്പോൾ ആദ്യം തന്നെ വെള്ളമുണ്ട് വെള്ള ഷർട്ടും മുടിയൊക്കെ പിൻ ചെയ്ത് സ്വർണ്ണമൊക്കെ എല്ലാം ഊരി വെച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കാഷ്വാലിറ്റി ചെന്നപ്പോൾ തന്നെ PV ചെയ്തപ്പോൾ വികസിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടർ വന്നിട്ടില്ല കേട്ടോ. ഡോക്ടർ വന്ന മുമ്പ് അവിടുത്തെ നേഴ്സുമാർ നമ്മൾ PV ചെയ്തപ്പോൾ നമുക്ക് വികസിച്ചിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് ഡോക്ടർ വരും, ഡോക്ടർ വന്നിട്ട് എന്താ നോക്കട്ടെ എന്നോ. ഡോക്ടർ വന്നിട്ട് വെള്ളം പൊട്ടിച്ചോളൂ. അങ്ങനെ അങ്ങനെ വെള്ളം പൊട്ടിച്ച് കളയാന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് എൻ്റെ മൂത്ത മുനയിൽ വെള്ളം എനിക്ക് താനെ PV ചെയ്തപ്പോൾ പൊട്ടിപ്പോയി വെച്ചാൽ എനിക്ക് വേദന വെള്ളം കുറച്ച് പോയതിന് ശേഷമാണ് PV ചെയ്ത് അപ്പോൾ തന്നെ വെള്ളം പൊട്ടിച്ചു. ഇവർ ഈ വെള്ളം പൊട്ടിച്ച് കളയുകയാണ് ചെയ്തത്. അപ്പോൾ ആ വെള്ളം പൊട്ടിച്ച് കളയുമ്പോൾ ഉണ്ടാവുന്ന വേദന എല്ലാ വേദന നമ്മൾ സഹിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം പൊട്ടിച്ച് കളയുമ്പോൾ തന്നെ എനിക്ക് വേദന എനിക്ക് സ്റ്റാർട്ടായപ്പോഴും എനിക്ക് കുളിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കൂടി തന്നെ 4 പേര് തന്നെ ഉണ്ടായിരുന്നു. 4 പേര് തന്നെ അങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രസവിക്കാൻ 4 പേരുണ്ടായിരുന്നു. 4 പേരിൽ 3 പേരും ആദ്യത്തെ ഡെലിവറിയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഞാൻ സെക്കൻഡ് ഡെലിവറി ആയതുകൊണ്ട് എനിക്ക് അറിയാമല്ലോ എങ്ങനെയൊക്കെ ആയിരിക്കും എനിക്കറിയാം. അപ്പോൾ എന്നെ അവർ കുറച്ച് കെയർ ചെയ്യാൻ എനിക്ക് തോന്നിയിട്ട് എന്നെ അവർ കുറച്ച് കെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നി. കാരണം എനിക്ക് സെക്കൻഡ് ആയതുകൊണ്ട് എനിക്ക് എന്താണെന്നുള്ള അറിയാം. അപ്പം ബാക്കിയുള്ളവരൊക്കെ അവർ വെള്ളം പൊട്ടിച്ച് കളഞ്ഞിട്ട് എനിക്ക് ഗുളിക കൊടുത്തു. വേറെ ആർക്കും പെയിൻ നോർമൽ, എല്ലാവർക്കും ഈ ട്യൂബ് ഇട്ട് കഴിഞ്ഞിട്ട് ആർക്കും പെയിൻ വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരെയും വെള്ളം പൊട്ടിച്ചോളണം. നമ്മൾ 4 പേരെയും വെള്ളം പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, ഗുളിക കൊടുത്തു. ഈ 3 പേർക്കും ഗുളിക കൊടുത്തു. എനിക്ക് ഗുളിക തന്നില്ല. വെള്ളം പൊട്ടിച്ചതിന് ശേഷം എല്ലാവർക്കും ഇവർ ട്രിപ്പ് ഇടാൻ തുടങ്ങി. അല്ലെങ്കിൽ കുട്ടി ഉണങ്ങി പോകില്ലേ, ട്രിപ്പ് ഇടാൻ തുടങ്ങി. ട്രിപ്പ് എന്ന് പറയാനായിട്ട് 2-3 3 4 കുപ്പി ട്രിപ്പ് നമുക്ക് ഇട്ടിട്ടുണ്ട്. അതെനിക്ക് നല്ല ഉറപ്പാണ്. 3-4 ട്രിപ്പ് നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇട്ടതിന് ശേഷം ഗുളിക കൊടുത്തവർക്കൊക്കെ പെയിൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഗുളിക കൊടുത്തവർക്ക് മിക്കവർക്കും 3 പേർക്ക് പെയിൻ വരാൻ. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ വെള്ളം പൊട്ടിച്ചതിൻ്റെയും ഈ ട്യൂബ് വീസിക്കാൻ വേണ്ടി ട്യൂബ് ഇട്ടപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വേദന എനിക്ക് വേദന വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേദന വന്ന് മുറുകണില്ല. അപ്പോൾ എനിക്ക് വെള്ളം പൊടിച്ചതിന് ശേഷം എനിക്ക് വേദന മുറുകിയപ്പോൾ എന്താ പറയുക PV ചെയ്തപ്പോൾ ഇല്ല പ്രസവിക്കാൻ ടൈമായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ വേദന സഹിക്കാൻ പോലെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് സിസേറിയൻ മതി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവർക്ക് ഗുളിക കൊടുത്ത് ഒരു 10-15 മിനിറ്റ് ആണ് എനിക്ക് ഗുളിക തന്നത് കേട്ടോ. എനിക്ക് അവരെ കൂടി ഗുളിക തന്നില്ല. ഇവർക്ക് ഗുളിക കൊടുത്ത ശേഷം ഒരു 20-15 മിനിറ്റ് ശേഷം എനിക്ക് ഗുളിക തന്നത്. അപ്പോൾ എനിക്ക് വേദന സഹിച്ച് വേദന നല്ല വന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് PV ചെയ്തതിന് ശേഷം ഡോക്ടറാണ് മിൻസ് ഗുളിക കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഗുളിക തന്നപ്പോഴാണ് എനിക്ക് വേദന കൂടിയത്. ആ വേദന അത്രയും നേരം നമുക്ക് ട്രിപ്പ് ഇട്ടിട്ട് നമുക്ക് 4 പേരെ വെള്ളം പൊട്ടിച്ചതിന് ശേഷം വെള്ളം താനേ പോയതല്ല, ഇവർ വെള്ളം പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം ഇവർ നമുക്ക് ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി മിൻസി ആദ്യം പ്രസവിക്കണം കേട്ടോ. ആദ്യമേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മളൊരു 4 പേരിൽ ഒരാൾക്ക് ഇതേപോലെ PV ചെയ്തപ്പോൾ മഷി ഇളകിയപ്പോൾ അവളെ സിസേറിയനിൽ പോയി, അപ്പുറത്തേക്ക് സിസേറിയനിലേക്കായി. പിന്നെ ഞങ്ങൾ 3 പേരുണ്ടായുള്ളൂ. ആ 3 പേരിൽ ഒരാൾക്ക് പെയിൻ എന്നെയും കാട്ടി ഫസ്റ്റ് അവൾക്ക് പെയിൻ നല്ലോണം വരാൻ തുടങ്ങി. അവളെ ലേബർ റൂമിലേക്ക് കയറ്റി. അപ്പോൾ ഞാൻ കാഷ്വാലിറ്റി തന്നെ ഉണ്ടല്ലോ. അപ്പോൾ കാഷ്വാലിറ്റി 2 സെക്ഷനായിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്നെ 1-ലേക്ക് എടുത്തിയത്. എന്നെ 1-ൽ നിന്ന് 2-ലേക്ക് എടുത്തി. കാഷ്വാലിറ്റി 2-ലേക്ക് എടുത്തി. അവിടെ നിന്ന് എന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല ഒരാൾക്ക് പെയിൻ വന്ന് അവളെ ലേബർ റൂമിലേക്ക് കയറ്റി. അപ്പം ഞാൻ മാത്രമുള്ള കാഷ്വാലിറ്റിയിൽ. അപ്പോൾ എനിക്ക് ഈ വേദന വേണ്ട സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ അമ്മ എന്ന് പറഞ്ഞ ഒരു ഒച്ച
സ്റ്റിച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ലേബർ റൂമിലേക്ക് പോയി. അപ്പോൾ എൻ്റെ ഡോക്ടറും വേറൊരു ഡോക്ടറും കൂടി ഉണ്ടായിരുന്നു. ആ 2 ഡോക്ടറും കൂടി ലേബർ റൂമിൽ എൻ്റെ ഒച്ചയായിട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ PV പറഞ്ഞു മീൻസ് ഇപ്പോൾ പ്രസവിക്കും, കാഷ്വലിലേക്ക്. അങ്ങനെ ഞാൻ കാഷ്വലിലേക്ക് ലേബർ റൂമിൽ നടന്നാണ്ട് പോയത്. അടുത്ത് തന്നെയായിരുന്നു ലേബർ റൂമിൽ, നടന്നു പോയി. അപ്പോൾ ഇവർ പുഷ് ചെയ്യാൻ പറയുന്നുണ്ട്. എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പുഷ് ചെയ്യലും കുട്ടി വരലും ഒന്നിച്ചായിരുന്നു. എനിക്ക് ട്രിപ്പാക്കി ഒരെണ്ണം മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളം പോയതിന് ശേഷം എനിക്ക് ആദ്യത്തേൽ വെള്ളം താനെ പൊട്ടിപ്പോയതിന് ശേഷം എനിക്ക് ട്രിപ്പ് ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ പുഷ് ചെയ്യുമ്പോൾ തന്നെ കൊച്ചു പോന്നു. പക്ഷേ ഇതെന്ന് വെച്ചാൽ കൊച്ചു പോകുന്നില്ല. കാരണം എനിക്ക് അപ്പോൾ അത്രയും നേരം വെളുപ്പിന് അങ്ങനെ വെള്ളം പൊട്ടിച്ചതിന് ശേഷം അത്രയും നേരം നമുക്ക് എന്താ പറയുക ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കണില്ലേ. പക്ഷേ എൻ്റെ മേത്ത് എൻ്റെ ഡോക്ടർ കുറേ പേര് ഇങ്ങനെ വന്നിപ്പോൾ ഡോക്ടർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പുഷ് ചെയ്യും. പക്ഷെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അലറി വിളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വേറൊരു ഡോക്ടർ എൻ്റെ മേത്ത് ഇടയ്ക്ക് എടുത്തിട്ട് അങ്ങനെ അമർത്തി ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൊച്ചു കാരണം വെള്ളം ഇല്ലാത്തതുകൊണ്ട് കൊച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇങ്ങനെ മുക്കി ഇങ്ങനെ പുഷ് ചെയ്തപ്പോഴാണ് കൊച്ചു വന്നത്. അപ്പോൾ തന്നെ സായാക്കാണെങ്കിൽ എൻ്റെ മോൾക്കാണെങ്കിൽ വെയിറ്റ് നല്ലോണം കുറവായിരുന്നു കേട്ടോ. അവൾക്ക് 2700 അങ്ങനെ 2600 ഉണ്ടായിരുന്നുള്ളൂ. പുഷ് ചെയ്യാൻ തന്നെ വേദന. പക്ഷെ നമുക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ടിട്ടാണ് അത്ര എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ചൊക്കെ ഇടുന്ന പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞിട്ടോ. എനിക്ക് അത്ര സ്റ്റിച്ചൊന്നും, കാരണം അവൾ അത്ര വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നൊക്കെ സ്റ്റിച്ചൊക്കെ എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക പ്രസവം നോർമൽ തന്നെ ആയിരുന്നു. പെട്ടെന്ന് ഞാൻ തന്നെയായിരുന്നു ആദ്യം പ്രസവിച്ചത്. പിന്നെ അതേപോലെ ഒബ്സർവേഷനിൽ കിടന്നു. കുറേ നേരം ഒബ്സർവേഷൻ. ഞാൻ 11:45 പ്രസവിച്ചത്. ഞാൻ 5-6 മണി വരെ ഒബ്സർവേഷൻ തന്നെയായിരുന്നു അവിടെ കാഷ്വലിൽ. പിന്നെ ഉള്ളിൽ നമുക്ക് പനിയൊക്കെ വെച്ചിട്ടുണ്ടാവില്ല ഇവർ. ആ പനിയൊക്കെ മാറ്റിക്കഴിഞ്ഞ് ഉള്ളിൽ വെച്ചപ്പോൾ കുഴപ്പമുണ്ടായാലും ഉള്ളിലൊക്കെ സെറ്റാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. വെള്ളം പൊടിച്ചതും അതുപോലെ തന്നെ ഈ ട്യൂബ് ഇട്ടുന്നത് ഇതൊക്കെ നമുക്ക് ചെയ്തിട്ട് എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയ അനുഭവം ഇതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ വരുന്നവരേക്കും ടാറ്റാ.